നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. UN ഭീകരവാദത്തിനെതിരായ സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനം പാകിസ്ഥാന് നൽകിയത് UN പൂച്ചയെ പാലിന് കാവൽ നിർത്തുന്ന ഏർപ്പാടാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ കയറ്റുമതിക്കാരാണ്. അപ്പോൾ അവരെ തന്നെ ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ ഏൽപ്പിക്കുന്നതിലപ്പുറം ഒരു വിരോധാഭാസമുണ്ടോ? ഡെറാഡൂണിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതിലാണ് UNന്റെ നടപടിയെ രാജ്നാഥ് സിംഗ് വിമർശിച്ചത്. പാകിസ്ഥാൻ തീവ്രവാദത്തെ വളർത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ചരിത്രമുണ്ട്. UNന്റെ തീരുമാനം അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും പരസ്പര വിരുദ്ധവുമായ തീരുമാനമെന്നാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. ഈ ഭീകരവാദ വിരുദ്ധ സമിതി ഉണ്ടാക്കിയത് തന്നെ അമേരിക്കയിൽ സെപ്റ്റംബർ 11 ഒസാമ ബിൻ ലാദന്റെ അൽ-ഖ്വയ്ദ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ്. ഇതിന് കാരണക്കാരായ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനാണ് സംരക്ഷിച്ചത്. അതേ പാകിസ്ഥാന് തന്നെ ഭീകരവാദത്തിന് എതിരായി പ്രവർത്തിക്കുന്ന സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ഭീകരവാദത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ പ്രതികരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ആക്രമണത്തിന് എതിരായാണ് ഈ ആക്രമണം നടന്നത്. നിരവധി വർഷങ്ങളായി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യ ജനാധിപത്യത്തിന്റെ അമ്മയാണ്. അതേസമയം പാകിസ്ഥാനാകട്ടെ ആഗോള തീവ്രവാദത്തിന്റെ പിതാവുമായി മാറിയിരിക്കുന്നു. രക്ഷാസമിതിയിലെ ഭീകരവിരുദ്ധ പാനലിന്റെ ഉപാധ്യക്ഷ പദവി വഹിക്കും. ഇതിനു പുറമെ സമിതിയിലെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ പദവിയും ഈ വർഷം അവർ വഹിക്കുന്നുണ്ട്. 1998 സമിതി എന്നറിയപ്പെടുന്ന താലിബാൻ ഉപരോധ സമിതി അഫ്ഗാനിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന താലിബാനുമായി ബന്ധമുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും മേൽ സ്വത്ത് മരവിപ്പിക്കൽ, യാത്രാവിലക്ക് ഏർപ്പെടുത്തൽ, ആയുധ ഉപരോധം ഏർപ്പെടുത്തൽ തുടങ്ങിയ ഉത്തരവുകൾ പുറപ്പെടുവിപ്പിക്കാൻ അധികാരമുള്ള സമിതിയാണിത്. പാകിസ്ഥാന് ഈ പദവികൾ ലഭിച്ചത് ആഗോളതലത്തിൽ ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടുണ്ട്. പാകിസ്ഥാന് അധ്യക്ഷത വഹിക്കുന്ന ഈ സമിതിയുടെ ഉപാധ്യക്ഷ പദവി ഗയാനയ്ക്കും റഷ്യയ്ക്കുമായിരിക്കും. 1373 തീവ്രവാദ വിരുദ്ധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം അൾജീരിയയ്ക്കാണ്. ഫ്രാൻസ്, പാകിസ്ഥാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സമിതിയിൽ ഉപാധ്യക്ഷ പദവി വഹിക്കും. UNന്റെ ഔദ്യോഗിക പട്ടിക പ്രകാരം 1267 ISIL അൽ-ഖ്വയ്ദ ഉപരോധ സമിതിയെ 2025 ഡെൻമാർക്ക് നയിക്കും. റഷ്യയും സിയറ ലിയോണും ഉപാധ്യക്ഷ പദവി വഹിക്കും. സ്ഥിരമല്ലാത്ത അംഗം 2025-26 കാലയളവിൽ 15 രാജ്യങ്ങളിലുള്ള UN രക്ഷാ കൗൺസിലിലെ സ്ഥിരമല്ലാത്ത അംഗമാണ് പാകിസ്ഥാൻ. സമിതിയിലെ 2 അനൗപചാരിക പ്രവർത്തന സംഘടനകളെയും സഹ അധ്യക്ഷ സ്ഥാനം വഹിക്കും. 2021-22 കാലയളവിൽ ഇന്ത്യ UN സുരക്ഷാ കൗൺസിലിന്റെ തീവ്രവാദ വിരുദ്ധ സമിതിയുടെയും അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭ ഭീകരരായും ഭീകര സംഘടനകളായും പ്രഖ്യാപിച്ചവരിൽ ഏറ്റവും കൂടുതൽ പേരെ സംരക്ഷിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇന്ത്യ പലകുറി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ അബോട്ടാബാദിലും അൽ-ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിലെ അബോട്ടയിൽ ഒളിച്ചു കഴിയുകയാണെന്നും US കണ്ടെത്തിയിരുന്നു. 2011 US നേവി നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. UN രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗങ്ങളാണ് ഉള്ളത്. ചൈന, റഷ്യ, UK, US, ഫ്രാൻസ് എന്നിവയാണ് ആ രാജ്യങ്ങൾ. പാകിസ്ഥാനെ കൂടാതെ അൾജീരിയ, ഡെൻമാർക്ക്, ഗ്രീസ്, ഗയാന, പനാമ, ദക്ഷിണ കൊറിയ, സിറിയ, ലിയോൺ, സ്ലൊവാനിയ, സൊമാലിയ എന്നിവയാണ് സമിതിയിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങൾ. ഏപ്രിൽ 22 ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരർക്ക് പാകിസ്ഥാന്റെ പിന്തുണയും ലഭിച്ചിരുന്നു. അതിർത്തി കടന്ന ഭീകരാക്രമണം നടത്തിയതിന് ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നയതന്ത്ര നടപടികൾ സ്വീകരിച്ചിരുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും പാക് നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ കൃത്യമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 100-ലധികം ഭീകരരെ കൊല്ലപ്പെട്ടതായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നു.